നമസ്കാരം. ഒരു രാവിൻ്റെ മുഴുവൻ ആലസ്യങ്ങളും മാറ്റി പുത്തൻ പ്രതീക്ഷകൾക്ക് അനുരോധ ഊർജം പകരുന്ന ബി പോസിറ്റീവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സംഗീതസാന്ദ്രമായ ഒരു സുപ്രഭാതം നൽകുന്ന ഊർജം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. യുവഗായകരെ മലയാള കലാലോകത്തിന് പരിചയപ്പെടുത്തുന്ന ബി പോസിറ്റീവിൻ്റെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് നമുക്ക് കടക്കാം. ശുഭസംഗീതം. മഴമേഘമാന്ത്രികൻ പീലിയൊഴിഞ്ഞപ്പോൾ മതിമറന്നാടുന്നൊരിടവമാസം. മഴമേഘമാന്ത്രികൻ പീലിയൊഴിഞ്ഞപ്പോൾ മതിമറന്നാടുന്നൊരിടവമാസം. ഒരു മുത്തായി ഇരുമുത്തായി ഒരു കോടി മണിമുത്തായി ചിരിയോടു ചിരി നല്ലൊരിടവമാസം. ഒരു മുത്തായി ഇരുമുത്തായി ഒരു കോടി മണിമുത്തായി ചിരിയോടു ചിരി നല്ലൊരിടവമാസം. മഴമേഘമാന്ത്രികൻ പീലിയൊഴിഞ്ഞപ്പോൾ മതിമറന്നാടുന്നൊരിടവമാസം. അകലെ ആകാശത്തായ സുരവാദ്യങ്ങൾ തൻ ഇടിമുഴക്കങ്ങൾ ധ്വനിച്ചിടുമ്പോൾ, അകലെ ആകാശത്തായ സുരവാദ്യങ്ങൾ തൻ ഇടിമുഴക്കങ്ങൾ ധ്വനിച്ചിടുമ്പോൾ, കനകശലാകപോൽ പുളയും തൂമിന്നലിൻ ജലനൃത്തം ചെയ്യുന്നൊരിടവമാസം. കനകശലാകപോൽ പുളയും തൂമിന്നലിൻ ജലനൃത്തം ചെയ്യുന്നൊരിടവമാസം. മഴമേഘമാന്ത്രികൻ പീലിയൊഴിഞ്ഞപ്പോൾ മതിമറന്നാടുന്നൊരിടവമാസം. ചിരി പോയി കണ്ണീരിൽ പെരുമഴത്തുള്ളികൾ ഇല തന്നരങ്ങും കവിഞ്ഞൊഴുകി. ചിരി പോയി കണ്ണീരിൽ പെരുമഴത്തുള്ളികൾ ഇല തന്നരങ്ങും കവിഞ്ഞൊഴുകി. തൊടിയും കൈത്തോടുമെൻ പുഴയും നിറയുന്നു മഴനൃത്തം തുടരുന്നൊരിടവമാസം. തൊടിയും കൈത്തോടുമെൻ പുഴയും നിറയുന്നു മഴനൃത്തം തുടരുന്നൊരിടവമാസം. മഴമേഘമാന്ത്രികൻ പീലിയൊഴിഞ്ഞപ്പോൾ മതിമറന്നാടുന്നൊരിടവമാസം. ഒരു മുത്തായി ഇരുമുത്തായി ഒരു കോടി മണിമുത്തായി ചിരിയോടു ചിരി നല്ലൊരിടവമാസം. മഴമേഘമാന്ത്രികൻ പീലിയൊഴിഞ്ഞപ്പോൾ മതിമറന്നാടുന്നൊരിടവമാസം. 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 അനീഷിന് ക്രിക്കറ്റ് ഇഷ്ടമാണോ? തീർച്ചയായിട്ടും. ക്രിക്കറ്റിലെ ഒരു ഹാൻസം ബോയുടെ, അതായത് പെൺകുട്ടികളുടെ എല്ലാം വളരെ ആരാധനാ കഥാപാത്രമായ ഈ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു ക്രിക്കറ്റ് താരത്തിൻ്റെ ജന്മദിനമാണെന്ന്, ജനുവരി 11. ആരാണെന്നറിയാമോ? രാഹുൽ ദ്രാവിഡാണ്. ദ വാൾ എന്നാണ് രാഹുൽ ദ്രാവിഡിനെ ക്രിക്കറ്റ് ലോകം വിശേഷിപ്പിക്കുന്നത്. അതായത് ടെസ്റ്റ് ക്രിക്കറ്റിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഭ തെളിയിച്ചത്. അപ്പം ഡിഫെൻസീവ് ആയിട്ട് കളിക്കാൻ, അതായത് അദ്ദേഹത്തിൻ്റെ പ്രതിരോധം തകർക്കാൻ വളരെ പെട്ടെന്നൊന്നും സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ദ വാൾ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്നും അന്നും ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. വളരെ ശാന്തനായ സൗമ്യ സ്വഭാവക്കാരനായ ഒരു ക്രിക്കറ്റ് താരം. അദ്ദേഹം ഇന്ത്യൻ ക്യാപ്റ്റനുമായിരുന്നു. ഇന്ത്യൻ ക്യാപ്റ്റനുമായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത്. അങ്ങനെ ഇന്ന് ചരിത്രത്തിൽ ഇന്നും വളരെ ശോഭയോടെ നിലനിൽക്കുന്ന ഒരു ക്രിക്കറ്റ് താരത്തിന്റെ ജന്മദിനം എന്നുള്ള ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്. ഇന്ന് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവസമാണ് ജനുവരി 11.
സ്വാതന്ത്ര്യ സമര രംഗത്ത് ശരിക്കും ധീരതയുടെ ഒരു പ്രതീകമാണ് വേലുത്തമ്പി ദളവ. കാര്യം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അകപ്പെടുമെന്നൊരവസ്ഥ എത്തിയപ്പോൾ സ്വന്തം വാള് തന്നെ സ്വയം കുത്തി മരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിൽ ശരിക്കും ഒരു ആരാധനാ കഥാപാത്രമായിട്ട് കരുതാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. ചരിത്രത്തിൽ ഇന്ന്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളും മറ്റും ആക്ഷേപഹാസ്യത്തിലൂടെ ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ കുഞ്ചൻ നമ്പ്യാർ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറിയപ്പോൾ പല രീതികളും നമ്മുടെ കലാകാരന്മാർ അവലംബിക്കുന്നുണ്ട്. മിമിക്സ്, അത് ദൃശ്യകലയുടെ ഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ അതുപോലെ വരകളിലൂടെ മറ്റും ഇങ്ങനെ കളിയാക്കലല്ല, ശരിക്കും എന്താണ് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. സമൂഹത്തിൻ്റെ പല മേഖലകളുണ്ട്, സാംസ്കാരിക രംഗമായാലും രാഷ്ട്രീയമായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഫീൽഡിൽ അഴിമതികളൊക്കെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആക്ഷേപഹാസ്യം ഉപയോഗിക്കുന്നുണ്ട്. കാരിക്കേച്ചർ അതിന് നല്ലൊരു മാർഗമാണ്. തീർച്ചയായിട്ടും വളരെ നൂതനമായൊരു ആശയം തന്നെയാണ് കാരിക്കേച്ചർ എന്ന് പറയുന്നത്. ഹാസ്യാത്മകമായ രീതിയിൽ അവർക്ക് പറയാനുള്ളത് പറയുക. പ്രമുഖനായ കാരിക്കേച്ചറിസ്റ്റ് ശ്രീ സജീഷ് കുട്ടനല്ലൂർ ഹാസ്യ കേരളത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഹാസ്യത്തിന്റെ ചക്രവർത്തിയായ സാക്ഷാൽ കുഞ്ചൻ നമ്പ്യാരെ സ്മരിച്ചുകൊണ്ട് ഹാസ്യ കേരളം ആരംഭിക്കുന്നു. അപ്പൊ കുഞ്ചൻ നമ്പ്യാര് രുക്മിണി സ്വയംവരത്തിലെ ഒരു സദ്യയെ വർണ്ണിക്കുന്ന ബഹുക്ഷേമമായിട്ടുള്ള ഒരു 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 ഭാഗമുണ്ട്. അത് കേട്ടാൽ പിന്നെ സദ്യ കഴിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമ്മുടെ വയറ് നിറയും. അതാണ് ഒരു ഒരു നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ആനച്ചുവടൻ പപ്പടം ഒരു വക, തേനും നല്ലൊരു പഞ്ചാരപ്പൊടി, ചേനക്കറി ചില പച്ചടി കിച്ചടി, പാനകമൊരു വക നാരങ്ങാക്കറി, മാങ്ങാ പച്ചടി ഇഞ്ചിപ്പച്ചടി, ചേന വറുത്തും പയറു വറുത്തും, ചക്കപ്രഥമൻ അടപ്രഥമൻ വിധം ഒക്കെ പറവാൻ നേരം പോരാ, പാലും തൈരും മോരും പലവക, കോലാഹലതരമെന്തുര ചെയ്യാം, കൊണ്ടാപപ്പടം എന്നൊരു ദിക്കിൽ, കൊണ്ടാപഴം എന്നങ്ങൊരു ദിക്കിൽ, ചക്കപ്രഥമൻ കൊണ്ടാ വളരെ, ശർക്കരയുണ്ടകൾ 50 കൊണ്ട, പച്ചടി കൊണ്ടാ ഇച്ചടി കൊണ്ടാ, പഞ്ചാരപ്പൊടി ഒരു പറ കൊണ്ടാ, മധുരക്കറിയോ മതിതക്കറിയോ മതിമതി പോരാ കോരിക്കൊണ്ടാ. അപ്പൊ കേരളത്തിന്റെ ഈ സദ്യവട്ടങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ചാക്യാർക്ക് എത്ര മാത്രം പറഞ്ഞാലും അത് തീരില്ല. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്തൊക്കെയാണ് കേരളത്തിന്റെ തനത് വിഭവങ്ങൾ? എലിശ്ശേരി, പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി, മെഴുക്കുരട്ടി, പഴം, പഴനുറുക്ക്, ഉപ്പേരി, പപ്പടം, മോലൻ, കാളൻ, തോരൻ, നവിയൽ, അച്ചാർ, പഴച്ചാർ, സാമ്പാർ, പുളിങ്കറി, മോരുകറി, മാങ്ങാക്കറി, എച്ചടി, പച്ചടി, കിച്ചടി, വെച്ചടി, പാൽപ്പായസം, പഴപ്പായസം, പഞ്ചാരപ്പായസം പറയുമ്പോൾ തന്നെ നമ്മുടെ നാക്കിൽ വെള്ളം മൂറും. അതാണ് അവസ്ഥ. ഇപ്പോൾ നമ്മുടെ മലയാളിയുടെ പ്രഭാത ഭക്ഷണം ഏതാ? അപ്പോൾ ആളുകൾ ഉടൻ തന്നെ പറയും ദോശ. അല്ല, ദോശ വന്നിട്ടുള്ളത് ആന്ധ്രയെന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഇഡ്ഡലി അടുത്തത്, അതും വന്നിട്ടുള്ളത് അതും നമ്മുടെ അല്ല. അപ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടാണ് മലയാളിയുടെ പ്രഭാത ഭക്ഷണം. മത്തങ്ങ നല്ലോരിളവൻ ബൃഹദീ സമേതം, പുത്തൻ മണിപ്പയറും അങ്ങ് അതിനോട് ചേർന്നാൽ, ആലോല നീല മിഴിമാർമണി വെച്ചു തന്നാൽ, ഓലോലനൊന്നു മതി എന്തിനു 100 കൂട്ടം. സദ്യയെ പറ്റി ഇത്രയും പറഞ്ഞപ്പോ എല്ലാവരുടെയും വയറ് വീർത്ത് കാണും. അപ്പൊ നമുക്ക് വീർത്ത വയറുമായിട്ട് നമുക്ക് വാർത്ത കണ്ടാലോ? ഇപ്പോ കേരളത്തിൽ വാർത്തയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ബഹുരസാണ്. കാരണം കേരളത്തിൽ ഇപ്പോ സ്ട്രൈറ്റ് വാർത്തയില്ല. എന്ത് സ്ട്രൈറ്റ് എന്ന് വെച്ചാൽ നേരായിട്ടുള്ള വാർത്തയില്ല. അപ്പൊ പിന്നെ എങ്ങനത്തെ വാർത്തയാണ് ഉള്ളത്? ചെരിഞ്ഞ വാർത്തയാണ്. വാർത്ത വായിക്കുന്ന അവതാരകനെ ഒന്ന് സസൂക്ഷ്മം ഒന്നിങ്ങനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും വാർത്ത വായിക്കുന്നവർ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നുകിൽ ഇടത്തോട്ട് ചിരിയും അല്ലെങ്കിൽ വലത്തോട്ട് ചിരിയും. എങ്ങോട്ടെങ്കിലൊക്കെ ചെരിഞ്ഞാണ് വാർത്ത വായിക്കുന്ന ആള് ഇരുന്ന് വാർത്ത വായിക്കുന്നത്. ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ വാർത്ത നമുക്ക് ആകെ ഉള്ളത് പത്രം ആയിരുന്നു. ചായക്കടയിൽ നിന്ന് പത്രം വായിക്കുന്ന ആ ഒരു കാലഘട്ടം മലയാളികളുടെ ഒരു ഗൃഹാതുര സ്മരണകളിൽ അതിപ്പോഴും ഇങ്ങനെ അലയടിക്കുകയാണ്. അപ്പൊ അതിനുശേഷം നമ്മുടെ ശബ്ദം റേഡിയോ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ പുതിയ കുട്ടികളോട് റേഡിയോ എന്ന് പറഞ്ഞാൽ അവർ പറയാം, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.9 ഞാൻ നിങ്ങളുടെ സ്വന്തം ലോണപ്പാണ്. ഇനി 1 മണിക്കൂർ സമയം നമുക്ക് അടിപൊളി മധുര മനോഹര മലയാള റൊമാൻറ്റിക് ഗാനങ്ങളുമായി പൊളിക്കാം എന്ന് പറയുന്ന ആ വാർത്തയല്ല, കേരളത്തിന്റെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച ആ വിത്തിരിച്ചതുരം. അതിലൂടെ നമ്മൾ ഏതൊക്കെയാണ് നമ്മളൊക്കെ കേട്ടത്. അപ്പൊ ആ റേഡിയോ നമുക്ക് നോക്കാം അല്ലേ? ആ പൊടി പിടിച്ച റേഡിയോയുടെ പൊടി തട്ടിയിട്ട് നമ്മൾ പതുക്കെ നമ്മൾ ഓൺ ചെയ്യാണ്. ആകാശവാണി, തിരുവനന്തപുരം, തൃശൂർ പൂരം, ആലപ്പുഴ വഴി ഭാരതപ്പുഴ. പ്രധാന വാർത്തകൾ.
കേരളീയർ ഇക്കുറിയും ചിക്കൻ ഗുനിയ മഹോത്സവം കൊണ്ടാടുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചു. വെജിറ്റേറിയനായ ആളുകൾ ചിക്കൻ ഗുനിയയ്ക്ക് പകരം തക്കാളിക്കനി ചോദിച്ചു വാങ്ങുക. ഇപ്പോൾ കിട്ടിയ വാർത്ത: ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പിടിച്ചു പറിച്ച് കടന്നു കളഞ്ഞ യുവാവ് വീട്ടമ്മയ്ക്കെതിരെ തന്നെ പരാതി നൽകി. സ്വർണ്ണാഭരണമാണെന്ന് തോന്നുന്ന വിധത്തിൽ മുക്കുപണ്ടം ധരിച്ച് പാവപ്പെട്ട പിടിച്ചുപറി തൊഴിലാളികളെ പറ്റിച്ചതിനെതിരെയാണ് പരാതി. ചില വാർത്തകൾ വരിക അഫ്ഗാൻ പറ്റിയാണ്. അഫ്ഗാനിലെ നാടൻ ചായക്കടയിൽ ഉണ്ടാക്കുന്ന ഉണ്ടംപൊരി കൈബോംബായി ഉപയോഗിക്കാവുന്ന തീവ്രവാദികൾ ഉണ്ടംപൊരിയുടെ മൊരിഞ്ഞ ഭാഗം കടിച്ചു തിന്നതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ദൂരേക്കെറിഞ്ഞാൽ പൊട്ടിത്തെറിക്കുമെന്ന് തീവ്രവാദികൾ വെളിപ്പെടുത്തി. അപ്പൊ അങ്ങനെയുള്ള റേഡിയോയുടെ ഒരു വാർത്ത, അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ച ആ ചെരിഞ്ഞ വാർത്തകൾ. ഇപ്പൊ വാർത്ത വായിക്കുന്ന അവതാരകൻ തന്നെ ഇപ്പൊ പ്രഭാതകാലേ ഏതെങ്കിലും ഒരു ചാനലിൽ ഇരുന്ന് പ്രഭാത വാർത്ത വായിച്ച അയാളെ പിന്നെ ചിലപ്പോ നമുക്ക് കാണാൻ പറ്റിയ മറ്റൊരു ചാനലിൽ അയാൾ നട്ടുച്ച വാർത്ത വായിച്ചിട്ടായിരിക്കും. പിന്നെ അർദ്ധരാത്രി അയാൾ ചിലപ്പോ വേറെ ചാനലിലായിരിക്കും. അപ്പൊ അങ്ങനെ കൂടുവിട്ട് കൂടുമാറുന്ന വാർത്ത അവതാരകരുടെയും ഒരു കാലമാണ്. പിന്നെ മാത്രമല്ല, ഇപ്പോ പണ്ട് നിയമസഭയിൽ ഒരു വിദ്വാൻ മറ്റൊരു വിദ്വാനെ, അതായത് ഒരു അസഭ്യ വാക്ക് ഉച്ചരിച്ചു. എന്തുണ്ടായത്? അത് പിന്നെ ഈ ചാനലുകളൊക്കെ അങ്ങോട്ട് എത്തിപ്പിടിച്ചു. അദ്ദേഹം ഒരു തവണയെ ആ അസഭ്യവാക്ക് ഉച്ചരിച്ചുള്ളൂ. പക്ഷെ ചാനലുകൾ അത് 10,000 9,000 തവണയൊക്കെ അതിങ്ങനെ ആവർത്തിച്ചു. മലയാളികളുടെ ഗൃഹത്തിനകത്തേക്ക്, ഇവിടെ തന്നെ അമേരിക്കയിലും അന്റാർട്ടിക്കയിലുമുള്ള മലയാളി ഗൃഹങ്ങളിലേക്കും ആ വാക്ക് നമ്മുടെ ചാനലുകൾ അങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പോ ചാക്യാർക്കൊരു തോന്നല്, ഇപ്പൊ പണ്ട് നമ്മുടെ ഈ കുരുക്ഷേത്ര യുദ്ധം അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സഞ്ജയ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറൊരു ചാനലൊന്നും വന്നില്ലല്ലോ. അപ്പൊ ഇന്നത്തെ ഈ ചെരിഞ്ഞ ചാനലുകൾ എങ്ങനെയായിരിക്കും ഈ കുരുക്ഷേത്ര യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നർമ്മഭാവനയിൽ നമുക്കൊന്ന് നിരീക്ഷിക്കാം. ന്യൂസ് നൈറ്റ് തുടരുകയാണ്. അതിനു മുൻപായി പ്രധാന സംഭവ വികാസങ്ങൾ. കൗരവരും പാണ്ഡവരും തമ്മിൽ നടക്കുന്ന കുരുക്ഷേത്ര യുദ്ധം ഇന്ന് 5ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അക്രമാസക്തമായ യുദ്ധഭൂമിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ വിക്രമൻ ലൈനിലുണ്ട്. വിക്രമൻ, അവിടെ നടക്കുന്ന ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ അങ്ങനെ ഒരു മൈക്കുമായിട്ട് സുരേഷ്, യുദ്ധഭൂമിയിലെ സ്ഥിതിഗതികൾ വളരെയധികം അക്രമാസക്തമാണ്. മല്ലയുദ്ധത്തിൽപ്പെട്ട എല്ലൊടിഞ്ഞ ചില ആളുകൾ തലതല്ലി കരയുന്ന കാഴ്ച കാണാൻ നല്ല രസമുണ്ട്. ഗത നഷ്ടപ്പെട്ട ഭീമൻ ഇപ്പോൾ മലപ്പുറം കത്തിക്കൊണ്ടാണ് ആളുകളെ കുത്തിവീഴുന്നത്. ദുര്യോധന്റെ കൊട്ടേഷൻ ടീമുകൾ യുദ്ധഭൂമിയിൽ തേരാപ്പാര കറങ്ങി നടക്കുന്നുണ്ട്. കല്ലേറ്, കത്തിക്കുത്ത് തുടങ്ങിയ കലാപരിപാടികൾ സമൃദ്ധിയായി അരങ്ങേറുന്നുണ്ട്. ഇനിയും ഈ ഗതി തുടരുകയാണെങ്കിൽ എന്റെ കാര്യം അധോഗതി. യുദ്ധഭൂമിയിലെ അക്രമസക്തനോ PC വിക്രമൻ, ന്യൂഡൽഹി. പുതിയ വിശേഷങ്ങളും വാർത്തകളുമായി അടുത്ത ഹാസ്യ കേരളത്തിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ചാക്യാർ വിടവാങ്ങുകയാണ്. മനുഷ്യരെപ്പോഴും വിമർശനങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. എന്തിനേയും വിമർശിക്കുക അവരുടെ ഒരു സ്വഭാവമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതെ നിഷ്, അതായത് എല്ലാ കാര്യങ്ങളെയും നെഗറ്റീവായി സമീപിക്കാനുള്ള ഒരു രീതിയുണ്ട് നമ്മുടെ മനുഷ്യർക്ക്. മഹാന്മാരുടെ ജീവിതം എന്തുകൊണ്ടാണ് ഇത്രയും മഹത്തായത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരെല്ലാം ബുദ്ധിമുട്ടുകളെ അവസരങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? അവസരങ്ങളിൽ പലയിടത്തും ബുദ്ധിമുട്ടുകൾ കണ്ടെത്തുന്നുണ്ട്. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. ഏതാണ്ട് ഞാൻ പറഞ്ഞ കാര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ കഥയാണ് അടുത്ത് വരുന്നത്. ശ്രീ പ്രവീൺ പരമേശ്വർ അവതരിപ്പിക്കുന്ന അടുത്ത സെഗ്മെന്റ് വഴിത്തിരിവ്. അറേബ്യയിലെ വളരെ പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരൻ ലെതർ ചെരുപ്പുകൾ നിർമ്മിക്കുകയും ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് വിൽപ്പന നടത്തുകയുമാണ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ. ഒരുപാട് പ്രായമായി, ഏതാണ്ട് 70 വയസ്സോളമായി. ഇനി അടുത്ത തലമുറയിലേക്ക് ബിസിനസ് കൈമാറണം. 2 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. മൂത്ത മകനിലേക്കോ ഇളയ മകനിലേക്കോ ആരിലേക്കാണ് ഈ ബിസിനസ് കൈമാറേണ്ടത്? ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചോദ്യം. ആർക്കാണ് പൂർണ്ണ ചുമതല കൊടുക്കേണ്ടത്? അദ്ദേഹം ഈ 2 മക്കളോടും ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ ആഫ്രിക്കയിലേക്ക് പോവുക. ആഫ്രിക്കയിൽ പോയിട്ട് അവിടുത്തെ രാജ്യങ്ങളിൽ ഈ ചെരുപ്പ് കയറ്റുമതി ചെയ്യുന്നതിനുള്ള പോസിബിലിറ്റീസ്, എന്തുമാത്രം ഫീസിബിലിറ്റി ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുക. അതിൻ്റെ ഒരു റിപ്പോർട്ട് എനിക്ക് തരിക. അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തീരുമാനിക്കാം നിങ്ങളിൽ ആരാണ് എൻ്റെ ബിസിനസ്സിൻ്റെ പ്രധാന ചുമതലക്കാരനാവുക എന്നുള്ളത്. മൂത്ത മകനും ഇളയ മകനും ആഫ്രിക്കയിലേക്ക് പോയി. 2 പേരും അവിടുത്തെ ചില രാജ്യങ്ങളിലെല്ലാം ചുറ്റി സഞ്ചരിച്ചു കഴിഞ്ഞിട്ട് മൂത്ത മകൻ കൃത്യമായി കാര്യങ്ങളെ ഒബ്സർവ് ചെയ്തിട്ട് തിരിച്ചു വിളിച്ച് അച്ഛനോട് പറഞ്ഞു, ഈ രാജ്യങ്ങളിലേക്ക് നമുക്ക് ചെരുപ്പ് കയറ്റി അയക്കാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ചെരുപ്പിടുന്ന ശീലമില്ല. ഇവിടെ ആരും തന്നെ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലൊരു മാർക്കറ്റ് ആവാൻ യാതൊരു സാധ്യതയുമില്ല. അച്ഛൻ ഇച്ചിരി വിഷമിച്ചു. തൊട്ടടുത്ത ദിവസം
തൻ്റെ ഒബ്സർവേഷൻ്റെ വിവരം വിളിച്ചു പറയുവാൻ വേണ്ടിയിട്ട് ഇളയ മകൻ അച്ഛനെ വിളിച്ചു. ഇളയ മകൻ അച്ഛനോട് പറഞ്ഞു, ആഫ്രിക്ക ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചെരുപ്പ് വിൽക്കുവാൻ കഴിയുന്ന രാജ്യമാണ്. കാരണം ഇതുവരേക്കും ഇവിടെ ആൾക്കാർക്ക് ചെരുപ്പിടുന്ന ശീലമില്ല. ഇവിടെ ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് ചെരുപ്പ് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഈ മുഴുവൻ ആൾക്കാരെ കൊണ്ടും ചെരുപ്പിടിയിക്കുകയും ഈ മുഴുവൻ ആൾക്കാർക്കും ചെരുപ്പ് വിൽക്കുകയും ചെയ്യുന്ന ഏക കമ്പനിയായി നമുക്ക് മാറുവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ രണ്ടുപേരും കണ്ടത് ഒരേ ആഫ്രിക്ക, രണ്ടുപേരും കണ്ടത് ഒരേ ആൾക്കാർ, രണ്ടുപേരും മനസ്സിലാക്കിയത് അവർ ചെരുപ്പിടുന്നില്ല എന്നുള്ള സത്യം. എന്നാൽ അതിനെ രണ്ടുപേരും വീക്ഷിച്ചത് രണ്ട് വ്യത്യസ്ത ആംഗിളുകളിലൂടെയാണ്. ഒരാൾ അതിൻ്റെ നെഗറ്റിവിറ്റിയെ കണ്ടപ്പോൾ മറ്റൊരാൾ അവിടുത്തെ പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റിയാണ് കാണുവാൻ കഴിഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാ ആൾക്കാർക്കും ഉള്ള ഏറ്റവും പ്രധാന ശീലങ്ങളിലൊന്ന് നെഗറ്റീവുകൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ചില ഉദാഹരണങ്ങളൊന്ന് എടുത്തു നോക്കാം. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ, ഇതിൽ 23.5 മണിക്കൂറും നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ട്, അരമണിക്കൂർ കറണ്ടില്ല. 23.5 മണിക്കൂറും നമുക്ക് കറണ്ട് തന്ന എഫിഷ്യൻസിയെ കുറിച്ചിട്ടാണോ അതോ അരമണിക്കൂർ നമുക്ക് കറണ്ട് തരാത്ത ഇൻഎഫിഷ്യൻസിയെ കുറിച്ചിട്ടാണോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക? 100 കിലോമീറ്റർ നമ്മൾ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്നു. 98 കിലോമീറ്ററും ഗട്ടറില്ലാത്ത റോഡുകൾ, 2 കിലോമീറ്റർ ഗട്ടറുള്ള റോഡുകൾ. എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഉള്ള ഗട്ടറില്ലാത്ത 98 കിലോമീറ്ററിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമോ? ഗട്ടറുള്ള 2 കിലോമീറ്ററിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമോ? നമ്മുടെ കുട്ടികളുടെ കാര്യം എടുക്കാം. 100-ന് 65 മാർക്ക് വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന നിങ്ങളുടെ മകൻ, കിട്ടിയ 65-നെ കുറിച്ചാണോ നമ്മൾ അവനോട് സംസാരിക്കുക? കിട്ടാത്ത 35 മാർക്കിനെ കുറിച്ചാണോ നമ്മൾ അവനോട് സംസാരിക്കുക? ജീവിതം എടുക്കാം. ഒരുപക്ഷെ 30 വർഷം ജീവിക്കുന്നതിനിടയിൽ 2 വർഷം നമുക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഈ 2 വർഷത്തിനെക്കുറിച്ച് കൂടുതൽ വ്യാകുലപ്പെടുവാനും കൂടുതൽ അതൊരു ശാപമായി കാണുവാനുമാണോ അതോ ബാക്കി 28 വർഷം നന്നായി ജീവിച്ചതിനെക്കുറിച്ച് സന്തോഷിക്കുവാനാണോ നമ്മൾ ശ്രമിക്കുക? പലപ്പോഴും നമുക്കുണ്ടാവുക, നേരത്തെ കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ മൂത്ത ആ പുത്രൻ്റെ മാനസികാവസ്ഥയാണ്, കാണുന്നതിൻ്റെ നെഗറ്റീവ്സിനെ നമ്മളിലേക്ക് എടുക്കുന്ന മാനസികാവസ്ഥ. എന്നാൽ അതിനപ്പുറത്തേക്ക് ഞാനും നിങ്ങളും അടങ്ങുന്ന വ്യക്തികളിൽ, നമുക്ക് ചുറ്റുമുള്ള സമൂഹങ്ങളിൽ 98% പോസിറ്റീവാണെന്നും 2% മാത്രമാണ് നെഗറ്റീവാണെന്നുമുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൻ്റെ 98% സമയവും നമ്മൾ ചെലവഴിക്കേണ്ടത് ആ 98% നല്ലതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. 2% നെഗറ്റീവിനെക്കുറിച്ച് നമുക്ക് തൽക്കാലം മറക്കാം. ഒരുപാട് നല്ലതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് പോസിറ്റീവായ ജീവിതത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയ ഷൂ വിൽപ്പനക്കാരുടെ കഥ നിങ്ങളെല്ലാം ഏറെ ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതിൽ നിന്നും ലഭിച്ച ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ആശയം നിങ്ങളെല്ലാം മനസ്സിൽ എന്നും ഓർമ്മിക്കും എന്ന് വിശ്വസിക്കുന്നു. പ്രോഗ്രാം അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, മാർക്ക് ട്വൈൻ്റെ ഒരു കോട്ട് ഓർമ്മ വരുന്നുണ്ട്. ഒരു പുഞ്ചിരിയുടെ അത് നൽകുന്ന ഊർജ്ജത്തെ പ്രതിരോധിക്കാൻ മറ്റൊന്നിനും ആകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഒരു ദിവസം ഒരു പുഞ്ചിരിയിൽ ആരംഭിക്കുക. ആ എനർജി, ആ ഊർജ്ജം ലൈഫ് ലോങ് ജീവിതത്തിലുടനീളം നിലനിൽക്കട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ദിവസങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കാം. ഇന്നത്തെ സെഗ്മെൻറ്റുകൾ പ്രേക്ഷകർക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ പ്രചോദനം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടിക്കുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ 0471-246-6160. ഇമെയിൽ panorama.tvmedia@gmail.com. എല്ലാ പ്രേക്ഷകർക്കും സന്തോഷകരമായ ഒരു ദിനം ആശംസിക്കുന്നു. അടുത്ത പ്രഭാതത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.